സുബി അല്പസമയം മുമ്പാണ് ഈശ്വർ മൽപെ തന്റെ ദൌത്യം ഇവിടെ നിന്നും അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നത്. അത് അദ്ദേഹം അവസാനമായി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. സുബി, ഈ ലക്ഷ്മണ നായിക്കിന്റെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയ തെരച്ചിൽ ആണ് ഈ സ്കൂട്ടർ ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അല്പസമയം മുമ്പാണ് ഈ സ്കൂട്ടർ ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്നലെ രണ്ട് വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തി. അത് ഒരു രണ്ട് ടയറും അതുപോലെ തന്നെ ഒരു സ്റ്റെയറിംഗ് ഉൾപ്പെടെയുള്ള ഒരു ഭാഗവും. ഇത് ഇന്ന് ലക്ഷ്മണ നായിക്ക് ഭാര്യ ഉപയോഗിച്ചിരുന്ന ആ സ്കൂട്ടറാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് പേർ ഇവിടെ ഇത്തരത്തിൽ ഈ പ്രദേശവാസികളൊക്കെ എത്തിയിട്ടുണ്ട്. ലക്ഷ്മണ നായിക്കിന്റെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കൂട്ടർ എന്നാണ് പറഞ്ഞത്. ഇത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈശ്വർ മൽപെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ഏറ്റവും അവസാനമായി ഇവിടെ നിന്നും ഈശ്വർ മൽപെ മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തെരച്ചിലിൽ കണ്ടെത്തിയ ഒരു സ്കൂട്ടർ ആണ് ഇത്. എന്തായാലും ഇപ്പോൾ ഈശ്വർ മൽപെ മടങ്ങിയിരിക്കുന്നു. ഇതിൽ ജില്ലാ ഭരണകൂടം പറയുന്ന കാരണം പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ സ്വന്തം നിലയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ ഈശ്വർ മൽപയ്ക്ക് അനുമതി നൽകാൻ കഴിയില്ല. അദ്ദേഹത്തിന് സുരക്ഷിതത്വം ഇല്ലാതെ ഇത്തരത്തിൽ ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്നു എന്നാണ് ഈശ്വർ മൽപ ആവശ്യപ്പെടുന്നത്. പ്രധാനമായും തനിക്ക് സ്വതന്ത്രമായി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താനുള്ള ഒരു അനുമതി വേണം എന്ന് മാത്രമാണ്. എന്തായാലും ഈശ്വർ മൽപെ ഔദ്യോഗികമായി അറിയിച്ചാൽ ഇവിടെ തിരിച്ചുവരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ രീതിയിൽ വൈകാരികമായ ഒരു രംഗമായിരുന്നു അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ഇവിടെ നിന്നും ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹം തന്റെ നാടായ ഉടുപ്പിയിലേക്ക് ഇവിടുന്ന് പോയിരിക്കുന്നു. അതിനിടയിൽ തന്നെ തിരച്ചിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയ അതേ സ്ഥലത്ത് അവിടെ നിന്നാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഡ്രഡ്ജിംഗ് നടക്കുന്നത്. അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. അവിടെ അർജുന്റെ ലോറി ഉണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ദൌത്യ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ട് അവിടെ ആ ലോറിക്കരികിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ദൌത്യത്തെ ഇപ്പോൾ ഈ ഷിരൂർ ദൌത്യത്തെ ഇത് ബാധിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. കാരണം ഈ ഈശ്വർ മൽപ പ്രധാനമായും ആവശ്യം വരിക ലോറി കണ്ടെത്തിയാൽ അത് ലോറി പുറത്തേക്കെടുക്കാൻ ഈശ്വർ മൽപ്പയുടെ ആവശ്യം എന്തായാലും വേണ്ടിവരും. എന്തായാലും നിലവിൽ ഈ ലോറിക്കരികിലേക്ക് എത്താനുള്ള ദൌത്യമാണ്. അത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള തെരച്ചിൽ തുടരുന്നു. അല്പസമയം മുമ്പ് ഒരു എഞ്ചിന്റെ ഭാഗം ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഇവിടെ ടാങ്കർ അപകടത്തിൽ ഇവിടെ ഉണ്ടായ ടാങ്കർ ഭാഗങ്ങളാണെന്നും തിരിച്ചറിഞ്ഞു. അർജുന്റെ ലോറിയുടേതായിരുന്നില്ല അത്. ആ ഒരു പ്രതീക്ഷ അവിടെ അസ്തമിച്ചു. ഏതായാലും ഇന്ന് കാര്യമായ വസ്തുക്കളൊന്നും അർജുന്റെ ലോറിയോ അതോ അതിന്റെ വസ്തുക്കളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. രണ്ട് മര തടിക്കഷ്ണങ്ങൾ മാത്രമാണ് ലഭിച്ചത്. ഒപ്പം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്കൂട്ടർ, അതായത് ഈ ചായക്കട നടത്തുകയായിരുന്ന ലക്ഷ്മണ നായിക്കിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന 5 പേർ, ആ കുടുംബത്തിലെ മുഴുവൻ പേരും ഈ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പ്രദേശവാസികളായ ഒരുപാട് പേരാണ് ആ സ്കൂട്ടർ ഇങ്ങനെ നോക്കുന്നത്. ആ സ്കൂട്ടർ നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇവിടെ ഇനിയും ഈ അർജുന ലോറി ഇതുവരെ കണ്ടെത്താനുള്ള ഒരു ദൌത്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ ദൌത്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഈശ്വർ മൽപെ ഇപ്പോൾ മടങ്ങിയതിൽ തടസ്സം നേരിട്ടിട്ടില്ലെങ്കിലും ജില്ലാ ഭരണകൂടം അതിനനുസരിച്ച് നാളെ NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഒപ്പം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അദ്ദേഹമായിരിക്കും നാളെ മുതൽ ഈ ദൌത്യം ഏറ്റെടുക്കുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ദൌത്യം നടക്കുക എന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാർവാർ MLA പറയുന്നുണ്ട്. ദില്ലിയിൽ നിന്നാണ് അദ്ദേഹം എത്തേണ്ടത്. നാളെയോടുകൂടി അദ്ദേഹം ഇവിടെ എത്തും. ഇന്ന് ദില്ലിയിൽ നിന്ന് തിരിക്കും എന്ന് തന്നെയാണ് കാർവാർ MLA അറിയിച്ചത്. ഏതായാലും ഈ ദൌത്യം 3 ദിവസം, നാളത്തേക്ക് ഇത് അവസാനിക്കും ഈ കമ്പനിയുമായുള്ള കരാർ. പക്ഷേ 10 ദിവസത്തേക്കാണ് ഇവരോട് ഈ കരാർ ഉള്ളത്. എങ്കിലും തുക കൊടുത്തിരിക്കുന്നത് 3 ദിവസത്തേക്കാണ്. എന്തായാലും അത് ഇനി കൂടുതൽ തുക കൊടുത്ത് ഈ ഡ്രഡ്ജിംഗ് ഇനിയും തുടരുമോ അതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും 10 ദിവസമായാലും 12 ദിവസമായാലും ഇത് ഡ്രഡ്ജിംഗ് തുടരും എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് കാർവാർ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദൌത്യം ഇപ്പോഴും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ദൌത്യം തുടരുമ്പോൾ ഈശ്വർ മൽപെ അദ്ദേഹം ഈ പുഴയുടെ ആഴങ്ങളെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ വലിയ തോതിൽ അപമാനിക്കുകയും അദ്ദേഹത്തെ ഇറക്കി വിടുകയും ഇദ്ദേഹത്തിന് അനുമതി നൽകുകയും മണിക്കൂറുകളോളം അദ്ദേഹം അനുമതിക്കായി കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും സ്വന്തം നിലയിൽ ഇത്തരത്തിൽ ഇവിടെ തിരച്ചിൽ നടത്താൻ അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഈ ഡ്രഡ്ജിംഗ് കഴിഞ്ഞാൽ അതിനുശേഷം മണ്ണെടുത്ത് അർജുന്റെ വാഹനത്തിന് അരികിലേക്ക് എത്തിയാൽ ഈശ്വർ മൽപയുടെ സഹായം തേടുമെന്ന തരത്തിലാണ് ജില്ലാ കളക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈശ്വർ മൽപെ ഇവിടെ നിന്നും മടങ്ങിയിരിക്കുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സുബി, ബൈജു, എന്താണ് ഈ ജില്ലാ ഭരണകൂടവും മൽപയും തമ്മിലുള്ള വഴക്കിനുള്ള യഥാർത്ഥ കാരണം? അത് ഈഗോ ക്ലാഷ് ആണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ?
കാർവാർ MLA പ്രധാനമായും വ്യക്തമാക്കിയത് ഈ സർക്കാരിനെതിരെ അദ്ദേഹം പറയുന്നു. അതായത് ഇവിടെ നിന്നും ഓരോ വാഹനങ്ങളും ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജഗന്നാഥനെയും ലോകേഷിനെയും കണ്ടെത്തണം എന്നാവശ്യപ്പെട്ട് ദേശീയപാത ഉപരോധിക്കുന്ന അടക്കമുള്ള ശക്തമായ സമരപരിപാടികളാണ് ഇവിടുത്തെ പ്രദേശവാസികൾ രംഗത്ത് വന്നത്. അർജുനെ കണ്ടെത്തുന്ന പോലെ തന്നെ പ്രധാനമാണ് കന്നഡിഗരായ രണ്ടുപേരെ കൂടി കാണാതായിട്ടുള്ള ആ സംഭവം. അതിനിടയിൽ പുതിയ സംഭവങ്ങൾ, പുതിയ ലോറികൾ, അത്തരത്തിൽ വസ്തുക്കൾ ഇദ്ദേഹം പുറത്തെടുക്കുന്നത് ഒരുപക്ഷെ ഈ ജില്ലാ ഭരണകൂടത്തിന് തലവേദന ഉണ്ടാകാം. ഇത് മിഷൻ അർജുൻ അതുപോലെ തന്നെ ലോകേഷ് ജഗന്നാഥാണ്. അതിനപ്പുറം ജില്ലാ ഭരണകൂടം മറ്റൊരു രീതിയിൽ ഒരു ഇത്തരത്തിൽ വാഹനങ്ങൾ ലഭിക്കുന്നതും അത് സാധിക്കാത്തൊരവസ്ഥയാണ്. എന്തായാലും 1 കോടിയോളം രൂപ ചെലവിട്ടാണ് ഇപ്പോൾ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുന്നത്. മറ്റ് ഇപ്പോൾ ഈ സ്കൂട്ടർ ലഭിച്ചതോടുകൂടി അത് പുറത്തേക്കെടുത്തു. ഇനിയും ഇത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ ഇതിന് അടിയിൽ ഉണ്ടാകാം. അത് മാൽപ്പ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനെ പുറകെ ജില്ലാ ഭരണത്തിന് പോകാൻ ഒരുപക്ഷെ കഴിയാത്തതുകൊണ്ടോ അതല്ല മാൽപ്പയെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ആവശ്യമില്ല, ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലി തീർക്കട്ടെ, അതിനുശേഷം മാൽപ്പയുടെ സേവനം തേടാമെന്നോ അറിയില്ല. ഏതായാലും തുടക്കത്തിലൊക്കെ മാൽപ്പയെ ജില്ലാ ഭരണകൂടം ക്ഷണിച്ചു തന്നെയാണ് ഇത്തരത്തിൽ തെരച്ചിലിലെത്തിയത്. പക്ഷെ അന്ന് നേവി പോലും 7 നോട്ട്സ് അടിയൊഴുക്കായതുകൊണ്ട് ഈ പുഴയുടെ അടിത്തട്ടിൽ ഇറങ്ങാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലും മാൽപ്പ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മാൽപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറിക്കരികിലോ താഴെത്തട്ടിലുള്ള വസ്തുക്കളോ ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കലക്കുവെള്ളം ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, തെളിഞ്ഞ വെള്ളമാണ്, വിസിബിലിറ്റി നന്നായി ഉണ്ട്. അത് മൽപ്പ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും അടിയിൽ കാണാം. ഇന്ന് രാവിലെയാണ് ന്യൂസ് 18 പ്രധാനപ്പെട്ട വിവരം പുറത്തുവിട്ടത്. ഉഗ്ര സ്ഫോടനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു സംശയം അത് ജില്ലാ ഭരണകൂടമാണ് സ്ഥിരീകരിക്കേണ്ടതും. എന്തായാലും അത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിന് തലവേദന ഉണ്ടാക്കാം. അതായിരിക്കുമോ കാരണമെന്നറിയില്ല. ഏതായാലും മാൽപ്പ ഏതെങ്കിലും തരത്തിൽ വ്യക്തമായ ഒരു കാരണം ഇതിന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ഇവിടുന്ന് തിരിച്ചു പോകുന്നുവെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വലിയ തോതിൽ കുറ്റപ്പെടുത്താനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചില്ല. താൻ അപമാനിതനായി എന്നാണ് പറഞ്ഞത്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ പണം കൊടുത്തോ മറ്റോ എന്നല്ല, ഈ സൗജന്യമായാണ് ഈ ഈശ്വർ മാൽപ്പയുടെ സേവനം ഇവിടെ ഉണ്ടായിരുന്നത്. നിരവധി വസ്തുക്കൾ ഈശ്വർ മാൽപ്പ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സുവി ആ ഡ്രഡ്ജർ, അർജുന്റെ ലോറി തേടിയുള്ള ഡ്രഡ്ജർ അത് പ്രവർത്തിക്കുന്നത്. അത് രാവിലെ 9 മണിയോടുകൂടി ആരംഭിച്ചതാണ്. അതിനിടയിലാണ് ഒരു എഞ്ചിൻ ലഭിച്ചത്. പക്ഷേ അത് മറ്റൊരു വാഹനത്തിന്റെ ആയിരുന്നു. ഇപ്പോഴും ആ ഡ്രഡ്ജർ ഇപ്പോൾ മണ്ണ് നീക്കുന്ന ആ പോയിന്റ് അവിടെയാണ് ഈ വാഹനമുണ്ട് എന്ന് ഈ നേവിയുടെ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും കണ്ടെത്തിയ സ്ഥലം. അവിടെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്ത് മണ്ണിനടിയിൽ പൂണ്ടുപോയിരിക്കുന്ന ആ ലോറി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഒരുപക്ഷെ ആ അവസാന സമയം ലോറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഈശ്വർ മാൽപ്പയുടെ ഉൾപ്പെടെയുള്ളവരുടെ സേവനം വേണ്ടിവരും. അപ്പോൾ ജില്ലാ ഭരണകൂടം അദ്ദേഹത്തെ വിളിക്കുമോ? ഏതായാലും ഔദ്യോഗികമായി വിളിച്ചാൽ താൻ വരും. അത് 3 അമ്മമാർക്കും, ഈ കാണാതായ 3 അമ്മമാർക്കും നൽകിയ ഉറപ്പാണ്. താനത് പാലിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ആ ഡ്രഡ്ജർ കൊണ്ടുള്ള ആ മണ്ണ് കരയിലേക്ക്, ആഴങ്ങളിൽ നിന്നും മണ്ണെടുത്ത് കരയിലേക്ക് നീക്കം ചെയ്യുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. 5.5 മീറ്ററോളം താഴ്ചയിലുള്ള വസ്തുക്കൾ അത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യും. എന്തായാലും കഴിഞ്ഞ രാവിലെയൊക്കെ വലിയ തോതിൽ വെള്ളം ഉയർന്നുവെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വേലിയിറക്ക സമയമായിരുന്നു. ഇനി വേലിയിറക്ക സമയമാണ്. രാവിലെ വേലിയേറ്റ സമയത്ത് വലിയ തോതിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇനി വേലിയിറക്കമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുറയും. ആ വെള്ളം കുറയുന്ന സമയത്ത് കൂടുതൽ മണ്ണുകൾ എടുക്കാൻ അത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഈ ഡ്രഡ്ജർ കമ്പനിയും പദ്ധതി ഇടുന്നത്. ഏതായാലും 6 മണിവരെ ഇത് തുടരും. അതിനുശേഷം ഇന്ന് കൂടുതൽ സമയം ഇത് ഉപയോഗിക്കുമോ എന്നറിയില്ല. ഏതായാലും വേലിയിറക്ക സമയത്താണ് വളരെ അനുയോജ്യമായ കാലാവസ്ഥ. ആ സമയത്ത് തന്നെ ഇതിൽ തെരച്ചിൽ നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തുന്ന ആ സ്ഥലം, ഇപ്പോൾ തത്സമയം ദൃശ്യങ്ങൾ കാണുന്ന ആ സ്ഥലം, അവിടെയാണ് ഈ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ആ ലോറിക്കരികിലേക്കുള്ള യാത്രയാണ്. ഏതായാലും ഈ ദൌത്യത്തെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിച്ചിട്ടില്ല. പക്ഷേ മൽപ്പയുടെ സേവനം തീർച്ചയായും ഇവിടെ വേണ്ടിവരും. ഇനി ഈ ലോറി കണ്ടെത്തിയാൽ പുറത്തേക്ക് എത്തിക്കാൻ മൽപ്പ പോലുള്ള വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരുടെ സേവനം വേണം. ഇനി നേവിയുടെ നേതൃത്വത്തിലുള്ള നാളെ ഇവിടെ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടി വരും. ജില്ലാ കളക്ടർ പറയുന്ന പ്രകാരമാണെങ്കിൽ SDRFും NDRFും നാളെ പൂർണ്ണമായും സജ്ജീകരിച്ചുണ്ടാകും. ഇന്ദ്രപാൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നേവിയുടെ സേവനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ വളരെ വേഗതയിലുള്ള ഒരു തെരച്ചിൽ തന്നെ ഇവിടെ നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. സുബി, അപമാനിതനായി ഈശ്വർ മൽപെ മടങ്ങിയിരിക്കുന്നു. ഇനി നേവിയുടെയും SDRFിന്റെയും നേതൃത്വത്തിലുള്ള സംഘങ്ങൾ തെരച്ചിൽ നടത്തും എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മേജർ ഇന്ദ്ര ബാലൻ നാളെ തന്നെ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനി തെരച്ചിൽ തുടരുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും 3 അമ്മമാർക്ക് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് താൻ എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കുകയാണെങ്കിൽ തിരിച്ചുവരും എന്നൊരു കാര്യം കൂടെ ഈശ്വർ മൽപ വ്യക്തമാക്കുകയാണ്.